ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ ബൺ മസ്കയാണ് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഫുള്ള്. അപ്പോൾ നമ്മളും ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് നേരെ സാധനം വാങ്ങാൻ ഇറങ്ങി. അങ്ങനെ നമ്മൾ ധന്യയിലോട്ടാണ് വന്നത്. ബട്ടർ മിൽക്ക് മെയ്ഡ് ബണ്ണെന്നും പറഞ്ഞ് വന്നെങ്കിലും നമ്മൾ വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്തു. പക്ഷേ ഇവിടെ ബണ്ണില്ലായിരുന്നു. അങ്ങനെ നേരെ ഈ ഒരു മിൽക്ക് മെയ്ഡിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റ് എനിക്കറിയത്തില്ല. അങ്ങനെ നമ്മൾ ഹോട്ട് കേക്കിലോട്ട് വന്നിട്ട് പിന്നെ ബണ്ണും വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇതിന് വേണ്ടി ബട്ടർ എടുത്തു, മിൽക്ക് മെയ്ഡ് എടുത്തു, ബണ്ണെടുത്തു. അങ്ങനെ നേരെ നമ്മൾ ബണ്ണെടുത്തു. വന്നിട്ട് ആദ്യത്തെ ബണ്ണ് ഞങ്ങൾ രണ്ടോട്ട് പകുതി എടുത്തിട്ട് കഴിച്ചു. അങ്ങനെയും ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. എന്നിട്ട് നേരെ നമ്മുടെ പരിപാടിയിലേക്ക് കടന്നു. അങ്ങനെ ബട്ടർ ആദ്യം എടുത്തു. എന്നിട്ട് ബട്ടറിൻ്റെ പകുതി എടുത്തിട്ടു. എന്നിട്ട് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു. ഈ മിൽക്ക് മെയ്ഡ് കാണുമ്പോഴത്തേക്ക് എനിക്ക് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. കാരണം ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് അറിയത്തില്ല. അങ്ങനെ നേരെ ഇച്ചിരി എടുത്ത് ടേസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു, ഞാൻ കൊടുത്ത അത്ര ഹൈപ്പൊന്നും ഇല്ലടാ ഇതിന്. അതായത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നേരെ നമ്മൾ അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബട്ടറും മിൽക്ക് മെയ്ഡും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എന്നിട്ട് നേരെ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം ബണ്ണെടുത്തു. ബണ്ണ് പകുതിക്ക് മുറിച്ചിട്ട് അതിനകത്ത് ഈ ഒരു മിക്സ് നല്ല രീതിയിൽ ഫില്ല് ചെയ്തു. ഞങ്ങൾ നല്ല രീതിയിൽ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഫുള്ളായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തു. എന്നിട്ട് നേരെ ആ ഒരു ബണ്ണ് അടച്ചു. എന്നിട്ട് ആ ഒരു അടച്ച ഒരു സൈഡിലൊക്കെ വീണ്ടും ഈ ഒരു മിക്സ് തന്നെ തേച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ബൺ മസ്ക ഓൾറെഡി റെഡിയായി. നല്ല സിമ്പിളാണ്. അപ്പോൾ ഇറാനി ചായ ഒന്നും ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് സാദാ ചായ ഉണ്ടാക്കി അങ്ങനെ നേരെ കഴിക്കായിരുന്നു. ഞാൻ ചായ കുടിക്കാത്തത് കൊണ്ട് ഇത് നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ചായയിൽ മുക്കിയാണ് കഴിക്കേണ്ടതെന്ന്. അങ്ങനെ നേരെ ഇക്കു ചായയിൽ മുക്കി കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഇക്കു കഴിച്ചു. ഇക്കുവിന് നല്ല രീതിയിൽ അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇക്കു ഇങ്ങനെ കഴിച്ചിട്ട് കൊള്ളാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കും അങ്ങനെ കഴിക്കാൻ തോന്നി. അങ്ങനെ ഞാനും പെട്ടെന്ന് വന്നിരുന്ന് കഴിച്ചു. എനിക്കും ഇഷ്ടപ്പെട്ടു. മസ്റ്റ് ട്രൈ എന്നൊന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങളിത് എത്ര പേരുണ്ടാക്കി? പിന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൽ വായനയാണ്, അതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.